തൃശ്ശൂരുകാർക്ക് പി ജയചന്ദ്രൻ ജയേട്ടനാണ്. പൂരപ്പറമ്പിൽ ഇലഞ്ഞിത്തറമേളം ആസ്വദിച്ച് മതിവരാത്ത ദോശപ്രേമിയായ തൃശ്ശൂർ ഗഡി. 80ന്റെ നിറവിലെത്തുന്ന പി ജയചന്ദ്രനെ കുറിച്ച് പറയാൻ തൃശ്ശൂരുകാർക്ക് ഒരുപാടാണ്. 80 ഗായകർ ചേർന്ന് 80 ഗാനങ്ങൾ ആലപിച്ച് പി ജയചന്ദ്രന് പിറന്നാൾ സമ്മാനം നൽകും. ഇലഞ്ഞിത്തറമേളം കൊട്ടിക്കയറുന്നതും തെക്കോട്ടിറക്കവും കുടമാറ്റവുമെല്ലാം ഏതൊരു തൃശ്ശൂർക്കാരനെ പോലെയും ആസ്വദിക്കുന്ന ജയേട്ടൻ പാട്ടിന്റെ പാലാഴി മാത്രമല്ല, മറക്കാനാവാത്ത ഒട്ടേറെ അനുഭവങ്ങളും പി ജയചന്ദ്രൻ സാംസ്കാരിക നഗരിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ആലിലത്താലിയുമായി വരൂ നീ തിങ്കളേ ഇതിലേ ഇതിലേ. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനാണ്. ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ്. പിന്നത്തെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ, സുശീലാമ്മയുടെ പാട്ടുകൾ. ജയേട്ടന്റെ ദോശപ്രേമം ചലച്ചിത്ര താരം ജയരാജ് വാര്യർ ഇന്നും ഓർക്കുന്നു. ദോശയുടെ ആരാധകനാണ്. ഞാൻ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് അറിയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കൊന്ന് ഹോട്ടൽ വഴി പോവാം, ഒരു ദോശ കഴിച്ചിട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരിലെ പ്രശസ്തമായ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഒരു ദോശ കഴിച്ചു. അപ്പോൾ എൻ്റെ നെഞ്ച് പിടയ്ക്കണം. ചേട്ടാ നമുക്ക് പെട്ടെന്ന് പോകണ്ടേ? അല്ല, ദോശ നല്ല ടേസ്റ്റാ, അസല, ബെസ്റ്റ് ദോശയാ, ഉഗ്രൻ ദോശയാ, നല്ല ദോശ, നല്ല സാമ്പാർ, നല്ല ചമ്മന്തി, ഹായ് നല്ല. ഗായകൻ എന്ന നിലയിൽ ആരെയും അനുകരിക്കാത്ത ശൈലിയാണ് പി ജയചന്ദ്രനെ വ്യത്യസ്തനാക്കിയത്. ഒരു ഗായകൻ എന്ന നിലയിൽ ആരെയും അനുകരിക്കാത്ത ഒരാളാണ് പി ജയചന്ദ്രൻ. അതാണ് ജയേട്ടൻ. അതൊരു അസാമാന്യമായ ഒന്നാണ്. കാരണം ദാസേട്ടനെ പോലെ ഒരു വലിയ ഗായകൻ എസ്റ്റാബ്ലിഷ് ചെയ്ത കാലത്ത് വരികയും തൻ്റേതായ സ്വന്തം ഒരു ആലാപന ശൈലി കണ്ടെത്തുകയും ചെയ്ത ഒരു ഗായകനാണ്. വോയിസ് ഓഫ് തൃശ്ശൂർ എന്ന സംഘടനയുടെ ഭാഗമായി പി ജയചന്ദ്രന് പിന്നണി നൽകാനെത്തിയത് ഇന്നും ഔസേപ്പച്ചൻ ഓർത്തെടുക്കുന്നു. എല്ലാത്തിനും ഒരു നിമിത്തം വേണമല്ലോ, ഒരു തുടക്കം വേണം. ജയേട്ടനാണ് ദേവരാജൻ മാസ്റ്റർ അടുത്ത് ഇങ്ങനെ തൃശ്ശൂർ ഒരു വോയിസ് ഓഫ് തൃശ്ശൂർ നല്ല മ്യൂസിഷ്യൻസാണ് എന്നൊക്കെ പറഞ്ഞ് ദേവരാജൻ മാസ്റ്റർ അടുത്ത് ആദ്യം ഈ ഒരു അഭിപ്രായം പറയുന്നത്. പി ജയചന്ദ്രൻ പാട്ടുകളെ ഓർക്കുന്നത് ഭാവത്തിലൂടെയെന്നും ഔസേപ്പച്ചൻ. ശബ്ദത്തെ അനുകരിക്കാൻ പറ്റും, പക്ഷേ ഭാവം നമുക്ക് അനുകരിക്കാൻ പറ്റില്ല. ജയേട്ടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവം തന്നെയാണ്. അദ്ദേഹം ഒരു പാട്ടിനെ ഓർക്കുന്നത് അതിൻ്റെ സ്വരത്തിലൂടെയല്ല, അതിൻ്റെ വരികളിലൂടെയാണ് അദ്ദേഹം പാട്ടിനെ ഓർക്കുന്നത്. പ്രിയ ഗായകന് പിറന്നാൾ സമ്മാനം നൽകാനുള്ള ഒരുക്കത്തിലാണ് തൃശ്ശൂർ. ഗീതം സംഗീതം കലാസാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ 80 ഗായകർ 80 ഗാനങ്ങൾ ആലപിച്ച് ഭാവഗായകന് ജന്മദിനാശംസകൾ നേരും. 24 തൃശ്ശൂർ.